ഹലോ ഫ്രണ്ട്സ്, +2 കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻസിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് സൊല്യൂഷൻസ്, ഏതൊക്കെ തരം സൊല്യൂഷൻസ് ഉണ്ട്, അതുപോലെ എങ്ങനെയാണ് സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നത്, ഏതൊക്കെ തരം സോൾവെൻസ് ഏതൊക്കെ തരം സൊല്യൂട്ടിനെയാണ് ഡിസോൾവ് ചെയ്യിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെൻറീസ് ലോയുടെ ബേസിക് കൺസെപ്റ്റ്സും നമുക്കിന്ന് മനസ്സിലാക്കാം. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് 2 or more കമ്പോണൻസ്. രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉള്ള ഹോമോജീനസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? ഹോമോജീനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിക്സ്ചറിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹോമോജീനസ് മിക്സ്ചറും അതുപോലെ രണ്ടാമത്തേത് ഹെട്രോജീനസ് മിക്സ്ചറും. അതായത് മിക്സ്ചറിൽ ത്രൂ ഔട്ട് ദി മിക്സ്ചർ കമ്പോസിഷൻ സെയിം ആണെങ്കിൽ അത്തരം മിക്സ്ചറിനെയാണ് നമ്മൾ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹോമോജീനസ് മിക്സ്ചറാണ് സൊല്യൂഷൻ. അതായത് സൊല്യൂഷൻ്റെ എല്ലാ ഭാഗത്തും കമ്പോണൻസിൻ്റെ കമ്പോസിഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലേ? സൊല്യൂട്ട്സ് ആർ സ്പ്രെഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ദി സോൾവെൻറ്റ്, അല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് ഹോമോജീനസ് മിക്സ്ചറാണ്, അല്ലേ? സൊല്യൂട്ട്സ് ആർ നോട്ട് വിസിബിൾ ബട്ട് ക്യാൻ ഗിവ് എ കളർ ടു ദി സൊല്യൂഷൻ. സൊല്യൂട്ടിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂട്ടിനെ, കാരണം സൊല്യൂട്ട് കംപ്ലീറ്റ്ലി സൊല്യൂഷനിൽ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ ഡിസോൾവ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷൻ ഒരു കളർ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സൊല്യൂഷൻസ്, കൊളോയിഡ്സ്, സസ്പെൻഷൻസ് എന്നിങ്ങനെ ഹോമോജീനസ് മിക്സ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇവരുടെ കമ്പോണൻ്റ് പാർട്ടിക്കിൾസിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അവരെ നമ്മൾ 1 to 10 ആങ്സ്ട്രോം ഒക്കെ ഉള്ള സൈസുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ അവരെ നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ 10 to 20,000 ആങ്സ്ട്രോം വരെയുള്ള റേഞ്ചിലുള്ള കമ്പോണൻ്റ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളതെങ്കിൽ അവരെ നമ്മൾ കൊളോയിഡ്സ് എന്ന് വിളിക്കും. അതിൻ്റെ മുകളിലാണെങ്കിൽ 2000-ൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ സസ്പെൻഷൻ എന്നാണ് വിളിക്കുക. ഏതായിരുന്നാലും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലേ? കാരണം അത്രയും ചെറുതായിരിക്കും. എന്നാൽ സൊല്യൂട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? സോൾവെൻറ്റിന് അല്ലെങ്കിൽ സൊല്യൂഷന് കളർ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സൊല്യൂട്ട് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. സാധാരണ ഫിസിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ്, അതായത് ഫിൽട്രേഷൻ വഴിയൊന്നും നമുക്ക് സൊല്യൂട്ടിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ചെറിയ പാർട്ടിക്കിൾ ആയിരിക്കും. നമ്മുടെ ഫിൽട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ പോറിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ ആ സുഷിരങ്ങളിൽ കൂടി ഇവരെന്ത് ചെയ്യും? താഴേക്ക് പോകും. അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അവരെ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ലൈക്ക് ഡെൻസിറ്റി, വേപ്പർ പ്രഷർ, അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്, ഇങ്ങനത്തെ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര സൊല്യൂട്ട് ഉണ്ട് എന്നതിൻ്റെ ബേസിസിലാണ്. എത്ര സൊല്യൂട്ടും എത്ര സോൾവെൻറ്റുമാണ്. നമ്മൾ മിക്സ്ചറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 2 or more കമ്പോണൻസ് ഇൻ എനി റേഷ്യോ, അല്ലേ? ഏതെങ്കിലും ഒരു റേഷ്യോയിൽ ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് മിക്സ്ചർ. കോമ്പൗണ്ട് ആകുമ്പോൾ അവിടെ എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേഷ്യോയിലാണ് അവർ കമ്പൈൻ ചെയ്യുക. ഇവിടെ ഏത് റേഷ്യോയിലും കമ്പൈൻ ചെയ്യാൻ പറ്റും, അല്ലേ? അതുകൊണ്ട് തന്നെ ഏത് റേഷ്യോയിലാണോ ഇവരുള്ളത് ആ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും ഇവരെ ഡെൻസിറ്റിയും വേപ്പർ പ്രഷറും ഇത്തരം ക്യാരക്ടേഴ്സും ഒക്കെ അല്ലെങ്കിൽ ഇത്തരം പ്രോപ്പർട്ടീസും ഒക്കെ എന്ത് ചെയ്യും? ഇവരുടെ റേഷ്യോനെ അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഏത് ഫേസിലാണ് ഏത് ഫേസിലാണ് സോൾവെൻ്റ് ഉള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏതിലാണ് നമ്മൾ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോൾവെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളത്, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളതിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയാം. സൊല്യൂഷനിൽ കുറവ് എമൗണ്ട് ഉള്ളതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയാം. ഇപ്പോൾ സോൾവെൻറ്റിൻ്റെ ഫേസ് ഏതാണോ ആ ഫേസിലായിരിക്കും നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാവുക, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 3 ആയിട്ട്, അതായത് സോൾവെൻറ്റിൻ്റെ ഫേസ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് സൊല്യൂഷൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ഗ്യാഷ്യസ് സൊല്യൂഷൻസ് ആണ്. ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ
എന്താണ് ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുമ്പം സോൾവെന്റിന്റെ ഫേസ് അവിടെ ഗ്യാസ് ആണ് അല്ലേ. ഗ്യാഷ്യസ് ഫേസിലുള്ള സോൾവെന്റിൽ ഗ്യാസിലുള്ള സൊല്യൂട്ടിനെയും അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂട്ടിനെയും സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ടിനെയും ഒക്കെ ഡിസോൾവ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിനെ നമ്മൾ ഗ്യാഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസസ്. നൈട്രജൻ ഗ്യാസിൻ്റെയും ഓക്സിജൻ ഗ്യാസിൻ്റെയും മിക്സ്ചർ രണ്ടാളും എന്താണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണുള്ളത് അല്ലേ. അപ്പോൾ അത് ഗ്യാസിൽ ഡിസോൾവ് ചെയ്തതിനുള്ള എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിളാണ് ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. ഇവിടെ സോൾവെന്റ് നൈട്രജൻ ആണ്, അതുപോലെ സൊല്യൂട്ട് ക്ലോറോഫോം ആണ്. ക്ലോറോഫോം ലിക്വിഡ് ഫേസിലാണുള്ളത്. അപ്പോൾ ലിക്വിഡ് ഗ്യാസിൽ ഡിസോൾവ് ചെയ്തതിനുള്ള എക്സാമ്പിളാണ് ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. ഓക്കെ, മൂന്നാമത്തെ എക്സാമ്പിൾ ഗ്യാഷ്യസ് സൊല്യൂഷന്റെ മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് അയോഡിൻ ഇൻ നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസിൽ അയോഡിൻ മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ അയോഡിൻ ഇവിടെ സോളിഡ് ആണ്, അതുപോലെ നൈട്രജൻ ഗ്യാസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ മൂന്ന് എക്സാമ്പിൾസും എന്തിന് എന്താണ് ഉദാഹരണങ്ങളാണ്, അതായത് ഗ്യാഷ്യസ് സൊല്യൂഷന് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മൂന്ന് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസും. ഓക്കെ, അടുത്തൊരു കാറ്റഗറിയാണ് ലിക്വിഡ് സൊല്യൂഷൻസ്. ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ സോൾവെന്റ് ആയിട്ടുള്ളത് ആരാണ്? ലിക്വിഡാണ്. ലിക്വിഡിന്റെ ഫേസിലാണ് സൊല്യൂഷൻ ഉണ്ടാവുക അല്ലേ. അതിനൊരു എക്സാമ്പിൾ ആണ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ലിക്വിഡ് സൊല്യൂഷൻസ് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്, അതായത് ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷന്, അതുപോലെ തന്നെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷന്, അതുപോലെ തന്നെ സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ അല്ലേ. ഇവിടെ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ലേ. നമ്മൾ വാട്ടറിൽ ഓക്സിജൻ എന്തുണ്ടാവും? ഓക്സിജൻ ഡിസോൾവ് ചെയ്തിട്ട് ഉണ്ടാവും അല്ലേ. ഇനി എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എത്തനോൾ ഒരു ലിക്വിഡാണ്, അതുപോലെ വാട്ടറും ലിക്വിഡാണ്. എത്തനോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, ഗ്ലൂക്കോസ് സോളിഡ് ആണ്, അതുപോലെ തന്നെ വാട്ടർ ലിക്വിഡ് ആണ്. ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലേ, അല്ലെങ്കിൽ NaCl ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ലിക്വിഡ് സൊല്യൂഷൻസിന്റെ സോളിഡ് സൊല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾസ് ആണ് സോളിഡ് സൊല്യൂഷൻസ്. സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ സോളിഡ് ആണ്, ഇവിടെ സോൾവെന്റ്, അതായത് മോർ എമൗണ്ടിലുള്ളത്, ഹ്യൂജ് എമൗണ്ടിലുള്ളത് ഇവിടെ സോളിഡ് ആണ്. സോളിഡിൽ മറ്റു ഫേസിലുള്ള സൊല്യൂട്ട്സിനെ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസിനാണ് സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്യാസ് സോളിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളതാണ്. എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. പലേഡിയത്തിൽ ഹൈഡ്രജൻ ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തേത് അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. മെർക്കുറി അമാൽഗം സോഡിയത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. അതൊരു ലിക്വിഡ് എന്താണ് സോളിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളതിന് എക്സാമ്പിളാണ്. അതുപോലെ കോപ്പർ ഡിസോൾവ് ഇൻ ഗോൾഡ് അല്ലേ. സാധാരണ ഗോൾഡിൽ നമ്മൾ കോപ്പർ ഡിസോൾവ് ചെയ്യുന്നുണ്ട്, അതൊരു സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. സോളിഡിൽ തന്നെ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷന് എക്സാമ്പിളാണ്. ഇങ്ങനെ 9 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിന് നമുക്ക് ടോട്ടലായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തത് ഡിസൊല്യൂഷൻ പ്രോസസ്സ്. എന്താണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയാം. ഏതൊക്കെ സോളിഡ്സ് ഏതൊക്കെ സൊല്യൂട്ട്സ് ഏതൊക്കെ സോൾവെൻസിലാണ് ഡിസോൾവ് ചെയ്യുക? നമ്മൾ സാധാരണ പറയുന്നത് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കോട്ടാണ് എന്ത്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് അല്ലേ. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ സാധാരണയായി ഓർഗാനിക് സോൾവെൻസ് ഓർഗാനിക് സൊല്യൂട്ട്സിനെ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഓർഗാനിക് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നത് ഓർഗാനിക് സോൾവെൻസിലാണ്. അതുപോലെ തന്നെ ഇനോർഗാനിക് സോൾവെൻസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെൻസിലാണ് എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യുക. അതുപോലെ തന്നെ നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെൻസിലാണ് ഡിസോൾവ് ചെയ്യുക. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അല്ലേ. വാട്ടർ ഒരു സോൾവെന്റ് ആണല്ലോ. വാട്ടർ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് വാട്ടർ നമ്മൾ പറയുന്നത് അല്ലേ. യൂണിവേഴ്സൽ സോൾവെന്റ്. ഓക്കെ, വാട്ടറിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഓക്സിജൻ ആറ്റവും 2
ഹൈഡ്രജൻ ആറ്റംസുമാണ് ഉള്ളത് അല്ലേ. ഹൈഡ്രജൻ അതുപോലെ തന്നെ ഓക്സിജൻ. ഇവിടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള OH ബോണ്ട് ഒരു പോളാർ ബോണ്ടാണ്. റെഡി? പോളാർ ബോണ്ടാണ്. അതുപോലെ ഈ ബോണ്ട് എന്താണ്? പോളാർ ബോണ്ടാണ്. എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളിൽ ഒരു നെറ്റ് പൊളാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഓക്കെ, പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ പൊളാരിറ്റി ഉള്ള സോൾവെൻസിൽ ഡിസോൾവ് ചെയ്യുന്നത് പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട്സ് മാത്രമാണ്. കാരണം എന്താണ്? ഈ സൊല്യൂട്ട് മോളിക്യൂൾസിൽ തമ്മിൽ, സൊല്യൂട്ടിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ബോൺസ് ഉണ്ടാവും അല്ലേ. എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു അയണിക് സോളിഡ് അതല്ലെങ്കിൽ ഒരു പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ അവർ തമ്മിലുണ്ടാകുന്ന പോളാർ സൊല്യൂട്ട്സ് തമ്മിലുണ്ടാകുന്ന ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് പോളാർ ബോൺസ് ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്കതിനെ ഡൈപോൾ ബോൺസ് എന്ന് പറയാം അല്ലേ. ഒന്നുകിൽ ഡൈപോൾ ബോൺസ് ആയിരിക്കും. പോളാർ സൊല്യൂട്ട്സ് ആണെങ്കിൽ അവിടെ ഒന്നുകിൽ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് പോളാർ ബോൺസ് ഉണ്ടെങ്കിൽ. ഇനി അതല്ലെങ്കിൽ അയേൺ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ NaCl ഒക്കെ പോലെയുള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവിടെ അയേൺസ് ആണുള്ളത് അല്ലേ. Na+ Cl- അയേൺസ് ആണ്. അപ്പോൾ അയേൺ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി വാട്ടറിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ, സ്പെഷ്യൽ കേസിൽ വാട്ടറിൻ്റെ ഒക്കെ പോലത്തെ മോളിക്യൂൾസിൻ്റെ ഹൈഡ്രജൻ ബോൺസ് ആയിരിക്കും അവിടെ ഇന്റർ മോളിക്കുലാർ ഫോഴ്സസ് ആയിട്ട് ഉണ്ടാവുക. അതൊരു അഡീഷണൽ ബോണ്ട് ആയിട്ട് ഉണ്ടാവും അല്ലേ. അതായത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഇങ്ങനെ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു ബോണ്ട് ആയിരിക്കും പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട്സിൻ്റെ കേസിൽ ഉണ്ടാവുക അല്ലേ. എന്നാൽ നോൺ പോളാർ ആണെങ്കിലോ, നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൺലി വാണ്ടർവാൾസ് ഫോഴ്സ് ആയിരിക്കും അല്ലേ. വാണ്ടർവാൾസ് ഫോഴ്സ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സൊല്യൂട്ട്സ് തമ്മിലുള്ള ബോൺസ് ഏതാണോ അതേ സെയിം ബോൺസ് സോൾവെൻറ്റിലും പ്രസൻ്റ് ആണെങ്കിൽ ആ സൊല്യൂട്ടും എന്ത് ചെയ്യും? ആ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യും. ഓക്കെ, സൊല്യൂട്ട്സിലുള്ള ബോണ്ടിന് സിമിലർ ആയിട്ടുള്ള ബോണ്ടാണ് സോൾവെൻറ്റിലുള്ളതെങ്കിൽ ആ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഇവിടെ വാട്ടർ ഒരു സോൾവെൻ്റ് ആണ്, വാട്ടർ പോളാർ മോളിക്യൂൾ ആണ്, അവിടെ ഉള്ളത് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്, അതുപോലെ ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NaCl പോലത്തെ അയണിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ അവിടെ അയൺ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഇനി ഓർഗാനിക് സോൾവെൻ്റ് ആണെങ്കിൽ, ബെൻസീൻ പോലെയുള്ള ഓർഗാനിക് സോൾവെൻറ്റ്സ് ആണെങ്കിൽ അവിടെ വാണ്ടർവാൾസ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ വാണ്ടർവാൾസ് ഫോഴ്സ് ഉള്ള ഓർഗാനിക് ആയിട്ടുള്ള സൊല്യൂട്ട്സിനാണ് ഓർഗാനിക് സോൾവെൻറ്റ്സ് എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യുക. അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട്സിനാണ് നോൺ പോളാർ സോൾവെൻറ്റ്സ് ഡിസോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ പോളാർ മോളിക്യൂൾസിന് അല്ലെങ്കിൽ പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട്സ് ആണെങ്കിൽ അത് പോളാർ ആയിട്ടുള്ള സോൾവെൻസിൽ ഡിസോൾവ് ചെയ്യും. അതുപോലെ തന്നെ നോൺ പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട്സ് ആണെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻസിൽ ഡിസോൾവ് ചെയ്യും. ഇനി ഇപ്പോൾ പോളാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബോണ്ടിൻ്റെ കേസിലാണ് അല്ലേ. അതായത് A എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, അതുപോലെ B എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. എൻ്റെയും ബിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് അവിടെ പൊളാരിറ്റി ഉണ്ടാവുക അല്ലേ. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഏതാണോ അതിന് ടുവേർഡ്സ് ആയിട്ടാണ് ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാവുക. അപ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ B മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണെങ്കിൽ അതിനൊരു ഡെൽറ്റ മൈനസ് കിട്ടും. അതുപോലെ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എക്ക് ഒരു ഡെൽറ്റ പ്ലസും കിട്ടും. അങ്ങനെയാണ് അവിടെ പൊളാരിറ്റി ഉണ്ടാവുക. പക്ഷേ ചില മോളിക്യൂൾസിൽ ബോൺസ് പോളാർ ആയിരിക്കും, പക്ഷെ മോളിക്യൂൾ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പം അത് നോൺ പോളാർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CCl4 എന്ന് പറയുന്ന മോളിക്യൂള്, CCl4 ഓക്കെ, CCl4 എന്ന് പറയുന്ന മോളിക്യൂള് എന്താണ്? കാർബൺ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് അതിനൊരു ഡെൽറ്റ പ്ലസ് ചാർജ് കിട്ടും. ക്ലോറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ ഒരു ഡെൽറ്റ മൈനസും കിട്ടും. പക്ഷെ ഇവിടെ മോളിക്യൂളിന് സിമ്മട്രി ഉള്ളത് കൊണ്ട് നമ്മൾ സാധാരണ ഡൈപോൾ മൊമെൻസിനെ
ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, വെക്ടർ സം എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓരോ CLന്റെ ടുവേർഡ്സ് ആയിട്ടും ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഈ 4 ഡൈപോൾ മൊമെന്റിന്റെയും നെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂള് എന്താണ് ഇൻ ടോട്ടൽ അല്ലെങ്കിൽ ഇൻ സമ്മറി ഈ മോളിക്യൂൾ എന്തായിരിക്കും, നോൺ പോളാർ മോളിക്യൂൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ മോളിക്യൂൾസും അല്ലെങ്കിൽ ഇങ്ങനത്തെ സൊല്യൂട്ട്സും എന്താണ്, നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻസിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടറിൻ്റെ കേസ് നമ്മൾ കണ്ടു അല്ലേ. വാട്ടറിൻ്റെ കേസിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ OH ബോണ്ടിൽ പൊളാരിറ്റി ഉണ്ട്, നെറ്റ് പൊളാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പോളാർ സോൾവെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പോളാർ സൊല്യൂട്ട്സ് ആണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാം. ഡിസൊല്യൂഷൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് പോകാം. എന്നൊരു എക്സാമ്പിളായിട്ട് NaCl അതായത് റോക്ക് സാൾട്ട് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് കാണാം അല്ലേ. എങ്ങനെയാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടറിലുള്ളത് ഒരു ഓക്സിജനും 2 ഹൈഡ്രജനുമാണ്. ഹൈഡ്രജന് ഡെൽറ്റ പ്ലസ് ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജന് ഡെൽറ്റ മൈനസ് ചാർജ് ഉണ്ട് അല്ലേ. ഇവിടെ NaClന്റെ ക്രിസ്റ്റൽ ആണെങ്കിൽ NaCl Na പ്ലസ് അയേൺസും അതുപോലെ Cl മൈനസ് അയേൺസും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്റ്റലാണ് NaCl ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവർ അതായത് ഇവിടെ ഇപ്പം ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോർണേഴ്സിലും എഡ്ജിലും ഒക്കെ അയേൺസ് ഉണ്ട് അല്ലേ. ഈ അയേൺസ് വാട്ടർ മോളിക്യൂൾസുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള, അതായത് Na പ്ലസും Cl മൈനസും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വാട്ടറിൻ്റെ കൂടെ പോരും. അതായത് വാട്ടറിൽ ഇപ്പം ഉദാഹരണമായിട്ട് ഇവിടെ ഗ്രീനിൽ കാണിച്ചിട്ടുള്ളത് മൈനസ് അയൺ ആണ് അല്ലേ. അത് Cl മൈനസ് അയൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ പ്ലസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജൻ പ്ലസ് ഈ Cl മൈനസിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ്റെ പ്ലസ് ചാർജ് Cl മൈനസിനെ അട്രാക്ട് ചെയ്തിട്ട് ആ ക്രിസ്റ്റലിൽ നിന്ന് അതിനെ ഫ്രീ ആക്കിയിട്ട് അത് വാട്ടറിൽ സോൾവെൻറ്റിലേക്ക് വന്നിട്ട് ഈ മൈനസ് അയേൺസിൻ്റെ അല്ലെങ്കിൽ Cl മൈനസ് അയേൺസിൻ്റെ ചുറ്റും എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഹൈഡ്രജൻ്റെ ഭാഗം അല്ലെങ്കിൽ പോസിറ്റീവ് ഭാഗം ഈ Cl മൈനസിൻ്റെ നെഗറ്റീവിൻ്റെ അടുത്തേക്ക് വരുന്ന രൂപത്തിൽ അലൈൻ ചെയ്യും. ഇങ്ങനെയാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ ഒരു Cl മൈനസ് അയണ് ബ്രേക്ക് ചെയ്തിട്ട് അത് ഫ്രീ ആയി അതിന് ചുറ്റും എന്ത് ചെയ്തു, ഹൈഡ്രജൻ പ്ലസ് ചാർജുള്ള ഹൈഡ്രജൻ അയൺസ് അലൈൻ ചെയ്യുന്ന രൂപത്തിൽ അതിനിവർ പൊതിഞ്ഞു അല്ലേ. അതേപോലെ തന്നെ സോഡിയം അയൺസ് ആണെങ്കിൽ സോഡിയം അയൺസിനെ അട്രാക്ട് ചെയ്യും, H2Oയിലുള്ള O മൈനസ് ആറ്റംസ് അല്ലെങ്കിൽ O മൈനസ് എന്ന് പറയുന്ന ഡെൽറ്റ മൈനസ് ചാർജുള്ള ചെറിയ മൈനസ് ചാർജുള്ള ഓക്സിജൻ ആറ്റംസ് ഇവരെന്ത് ചെയ്യും, ഇവരെയും അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ ഡിസൊല്യൂഷൻ നടക്കുന്നത്. അപ്പം ടോട്ടലായിട്ട് എന്ത് ചെയ്യും, ആ ക്രിസ്റ്റൽ ബ്രേക്ക് ചെയ്യും അല്ലേ. അപ്പോൾ എഡ്ജിലും കോർണേഴ്സിലും ഒക്കെ ഉള്ള ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള Na പ്ലസിനെയും Cl മൈനസിനെയും ഒക്കെ വാട്ടറിലുള്ള H പ്ലസും അതുപോലെ O മൈനസും എന്തെയും അട്രാക്ട് ചെയ്തിട്ടാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത്. ഇതാണ് ഡിസൊല്യൂഷൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. ഓക്കെ, when solid NaCl is placed in water, those ions that are less tightly held because of their position at corner or an edge of the crystal are exposed to water molecules which collide with them until an ion happens to break free. ഓക്കെ, അതായത് NaCl ക്രിസ്റ്റലിൻ്റെ കോർണേഴ്സിലും അതുപോലെ എഡ്ജിലുമൊക്കെയുള്ള Na പ്ലസും Cl മൈനസും ആയിട്ടുള്ള അയൺസ് വാട്ടർ മോളിക്യൂളുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ക്രിസ്റ്റലിൽ നിന്നും ബ്രേക്ക് ചെയ്തിട്ട് അവർ ഫ്രീ ആകുന്നു. ഇങ്ങനെയാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത്, Na പ്ലസിൻ്റെ വാട്ടറിലുള്ള ഡിസൊല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അതിൻ്റെ ഒരു സമ്മറി എന്ന രീതിയിൽ ഞാൻ പറയാണ്, പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെൻസിലാണ് ഡിസോൾവ് ചെയ്യുക, അതുപോലെ നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെൻസിലാണ് ഡിസോൾവ് ചെയ്യുക അല്ലേ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വിൽ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂട്ട്സ് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഡിസോൾവ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോളാർ സോൾവെൻ്റ് ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുക, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് പോളാർ എന്ന് നോക്കിയാൽ മതി.
Na2SO4 ആണ് ഫസ്റ്റ് എക്സാമ്പിൾ. Na2SO4 എന്ന് പറയുമ്പം Na+ഉം അതുപോലെ SO4 2- അയൺസുമാണ് അല്ലേ, അയേൺസ് ആണ്, അയണിക് ആണ്. അതുകൊണ്ട് തന്നെ അയണിക് ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, വാട്ടറിൽ ഡിസോൾവ് ചെയ്യും അല്ലേ. ഇനി ഗ്യാസോലിൻ എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്. ഓക്കെ, നോൺ പോളാർ ആയതുകൊണ്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. I2 എന്ന് പറയുന്നത് 2 അയോഡിൻ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടാണ്. ഇവർക്ക് രണ്ടാക്കും ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ പൊളാരിറ്റി ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിൽ അവർ ഡിസോൾവ് ചെയ്യില്ല. ഇനി HCl ആണെങ്കിലോ, HCl ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോളാർ ബോണ്ടാണ് HCl തമ്മിൽ, ഹൈഡ്രജനും Clലും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് പോളാർ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, HCl വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. I2ൻ്റെത് ഡിസോൾവ് ചെയ്യില്ല അല്ലേ. അപ്പം ഗ്യാസോലിനും I2ഉം ഡിസോൾവ് ചെയ്യില്ല, Na2SO4ഉം അതുപോലെ HClഉം ഡിസോൾവ് ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെൻറ്റിനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലോ ഗ്യാസോലിനും I2 ഒക്കെ അവിടെ ഡിസോൾവ് ചെയ്യും. അതുപോലെ Na2SO4ഉം HClഉം ഡിസോൾവ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡി? ഓക്കെ. ഇനി ഡിസൊല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ, അൺസാച്ചുറേറ്റഡ് ആൻഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷനും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനും? ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് NaCl അല്ലെങ്കിൽ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യം NaCl ആഡ് ചെയ്തു, അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഡിസോൾവായി, വീണ്ടും ആഡ് ചെയ്തു, ഡിസോൾവായി, വീണ്ടും ആഡ് ചെയ്തു, ഡിസോൾവായി. ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യില്ല, ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ ആ ലിമിറ്റ് എത്തിയ സൊല്യൂഷനാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. സൊല്യൂട്ട്, മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയാം, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. എന്നാൽ മാക്സിമം ആവുന്നതിൻ്റെ മുമ്പുള്ള സൊല്യൂഷൻസ്, അതായത് ഇനിയും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള സൊല്യൂഷൻസിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. റെഡി ആണല്ലോ? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ ആഡ് ചെയ്യാൻ പറ്റും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ അതിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത്തരം സൊല്യൂഷനാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി മറ്റൊരു എന്താണ് സൊല്യൂഷൻ, അതായത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവെൻറ്റിനെ ഹീറ്റ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മാക്സിമം പറ്റാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് മെല്ലെ തണുപ്പിച്ചു. അങ്ങനെ മെല്ലെ കൂളാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ട്സിൻ്റെ ക്രിസ്റ്റലൈസേഷൻ നടക്കില്ല. ജസ്റ്റ് അവർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ രീതിയിൽ തന്നെ നിൽക്കും. അപ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്തു, വീണ്ടും നമ്മൾ അവരെ എന്താ പറയുക ഹീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്തിട്ട് അതിനെ കൂൾ ചെയ്യുകയാണെങ്കിൽ, തണുപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു ചെറിയൊരു ഇനീഷ്യേഷൻ കൊടുത്താൽ മതി. അതായത് ചെറിയ ഒരു എന്താ പറയുക സോളിഡിൻ്റെ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ ക്രിസ്റ്റൽ ചെറുത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്താൽ തന്നെ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ക്രിസ്റ്റലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. വെൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ദെൻ കൂൾഡ് സ്ലോലി എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ റിസൾട്ട്സ്. എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് സോഡിയം അസറ്റേറ്റിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി, അത് പിന്നെ എന്ത് ചെയ്തു, നമ്മളതിനെ ഹീറ്റ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് ഹൈ ടെമ്പറേച്ചർ ആക്കിയിട്ട് വീണ്ടും നമ്മൾ മാക്സിമം ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ തണുപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് ക്രിസ്റ്റലൈസ് ചെയ്യും. എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ട് സൊല്യൂഷൻ ഫേസിലേക്ക് പോകുന്നതിനാണ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ ഫേസിലുള്ള അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിന്നും സൊല്യൂട്ട്സ് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെ ആണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എക്സസ് ആയിട്ടുള്ള എന്താ പറയുക
സൊല്യൂട്ട്സ് ഒരു സോൾവെൻറ്റിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ചെയ്തു, ബാക്കി കുറച്ച് എമൗണ്ട് അവിടെ ഉണ്ടാവും അല്ലേ, അതായത് സൊല്യൂഷനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പം മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, സൊല്യൂട്ട് അവിടെ ഉണ്ട്, അതുപോലെ കുറേ സൊല്യൂട്ട്സ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, ബാക്കി കുറേ സൊല്യൂട്ട്സ് അവിടെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഒരുപാട് സൊല്യൂട്ട് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, സൊല്യൂഷൻ ഫേസിലേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ സൊല്യൂഷൻ ഫേസിൽ നിന്നും സൊല്യൂട്ട് ഫേസിലേക്ക് ഒരുപാട് മോളിക്യൂൾസ് ക്രിസ്റ്റലൈസേഷൻ നടന്നിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അവരൊരു ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പം ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ.